തിരുവോണം തൃക്കാക്കര അമ്പലത്തിൽ ആഘോഷിക്കാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് ഈ തിരുവോണോത്സവത്തിൽ പങ്കെടുക്കുവാനായിട്ട് തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നല്ല സദ്യയും ഒക്കെയായി ഇന്നത്തെ ഓണം തൃക്കാക്കര ക്ഷേത്രത്തിൽ തന്നെ ആഘോഷിക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. എൻ്റെ പേർക്ക് ഹൈബി. എല്ലാ തവണയും ഓണത്തിന് തിരുവോണ സദ്യ കഴിക്കാൻ തൃക്കാക്കര അമ്പലത്തിൽ വരുന്ന ഒരാളാണല്ലോ ഹൈബി. എങ്ങനെ ഇത്തവണയും ആദ്യത്തെ പന്തിയിൽ തന്നെ ഇടം പിടിക്കാണല്ലോ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. ഐതിഹ്യങ്ങളുടെ ഒരു വലിയ നാട് തൃക്കാക്കര. ഓണത്തിന്റെ പിറവി, ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷങ്ങൾ, അത്തച്ചമയത്തോടു കൂടിയും തൃക്കാക്കര അമ്പലത്തിലെ മറ്റു ചടങ്ങുകളോടും കൂടി ആരംഭിക്കണം. അപ്പോൾ വീണ്ടും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ പുതിയ പ്രതീക്ഷകളോട് കൂടിയിട്ടുള്ള ഒരു വർഷമാണ്. അപ്പോൾ ഓണത്തിന് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിക്കാം. അന്ന, ഹൈബിയുടെ വൈഫ് അന്നയുണ്ട്. അന്ന, മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല, മോളെ എണീറ്റിട്ടില്ല. തിരുവോണമായിട്ട് മോളെ വെക്കേഷൻ അല്ലേ, അപ്പൊ രാത്രിയൊക്കെ എന്തോ സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാം. ഞങ്ങൾ നേരത്തെ ഇറങ്ങി 8 മണിയൊക്കെ ആവും. അച്ഛനും അമ്മ ഇവിടെ സദ്യ കഴിച്ചു തുടങ്ങി തിരുവോണത്തിന്റെ. അതെ, ഇപ്പൊ എണീറ്റിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പൊ നടക്കട്ടെ. ഹാപ്പി വേണം. മന്ത്രിമാരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ മന്ത്രി അബ്ദുൽ ഗഫൂറും ഉണ്ട്. കളമശ്ശേരിയുടെ മന്ത്രിയാണ്. കളമശ്ശേരി മണ്ഡലത്തിൽപ്പെടുന്നതാണ് തൃക്കാക്കര അമ്പലം. കളമശ്ശേരിയുടെ മന്ത്രിയാണ്. കളമശ്ശേരി മണ്ഡലത്തിലാണ് തൃക്കാക്കര ക്ഷേത്രമുള്ളത്. കഴിഞ്ഞ ദിവസമൊക്കെ ചടങ്ങുകളിലുണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു ഇത്തവണത്തെ ഓണം? വലിയ സന്തോഷം. ജനപ്രതിയായതിനു ശേഷം ആദ്യത്തെ ഓണമാണ്. എല്ലാവരും പങ്കെടുക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ തിരുവോണ സദ്യക്ക് പങ്കുചേരുന്നു. അതിന്റെ ഭാഗമാകാൻ സാധിച്ചത് വലിയ സന്തോഷം. എല്ലാവർക്കും തിരുവോണാശംസകൾ. അതാണ് ഇപ്പോൾ എല്ലാവരും ജനപ്രതിനിധികളും അതല്ലാത്തവരൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറേ മണിക്കൂറുകൾ ഇവിടെ ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. ഓരോരുത്തരായിട്ട് മാറി മാറി പെട്ടെന്ന് ഭക്ഷണം കഴിക്കും. കാരണം ഇവിടെ എത്ര പേര് വന്നാലും അവരെ ഗേറ്റിലൂടെ അകത്തേക്ക് കയറ്റിവിടാനുള്ള സംവിധാനങ്ങളുണ്ട്. അകത്തൊരിക്കലും തിക്ക് വരാതെ കൃത്യം ആളുകളെ ഈ പന്തിയിലേക്ക് കയറ്റിവിടും. ഇവിടെ മാത്രമല്ല, ഇതിന് പുറത്തുമുണ്ട്. ഏകദേശം 12,000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ളൊരു സംവിധാനം തൃക്കാക്കര അമ്പലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 2 കൂട്ടം പായസമാണ് ഉള്ളത്. ഇന്നലെയും ഇതുപോലെ തന്നെ ഉത്രാട ദിനത്തിലും സദ്യ ഉണ്ടായിരുന്നു. തൃക്കാക്കര അമ്പലത്തിൽ സദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും സദ്യ കഴിക്കുകയാണ്. രാവിലെ 10 മണിക്ക് സദ്യ വിളമ്പൽ ആരംഭിച്ചു. മന്ത്രിയും MP-യും മന്ത്രിമാരൊക്കെ തന്നെയാണ് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നത്. എന്തായാലും തിരുവോണ സദ്യ വിളമ്പിയിരിക്കുന്നു തൃക്കാക്കര അമ്പലത്തിൽ. ഇന്ന് പകൽപ്പൂരമാണ്. ഇന്ന് തിരുവോണ ദിവസം തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവത്തിന് കൊടിയിറങ്ങുക കൂടിയാണ്. അതായത് 10 ദിവസം നീണ്ടു നിന്ന ഉത്സവത്തിന്റെ ഒരു കൊടിയിറക്കൽ കൂടിയാണ് ഇന്നുള്ളത്. തിരുവോണത്തിനാണ് തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവം കൂടി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലും വലിയ രീതിയിൽ ഇവിടെ ഇന്ന് ജനപ്രവാഹം ഉണ്ടാകും. ഇന്ന് രാത്രി വരെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ ശ്യാമിലി കാക്കനാട് തന്നെയാണല്ലോ താമസിക്കുന്നത്. ഞാനും കാക്കനാടാണ്. അപ്പോൾ ഞാൻ എല്ലാ തവണ ഇവിടെ വരാറുണ്ട്, സദ്യ കഴിക്കാറുണ്ട്. അപ്പോൾ ശ്യാമിലി ഇന്ന് പോലെ നമുക്ക് ഒന്നിച്ച് കഴിക്കാം. തീർച്ചയായും വരാം സൈഫു. ഉച്ചവരെ അവിടെ ഉണ്ടാവുമോ? അതിനുള്ളിൽ എനിക്ക് തോന്നുന്നു സൈഫു ഭക്ഷണമൊക്കെ കഴിച്ച് മറ്റൊരിടത്തേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതങ്ങനെ നമുക്ക് ഇവിടെ അധികം നേരം തുടരാൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മൾ ഉച്ചവരെ ഏകദേശമൊക്കെ ഇവിടെ ഉണ്ടാവും. കാരണം അത്രയധികം ആളുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഓരോ പ്രതികരണങ്ങളും അവരുടെ ഒരു ഓണ ഓർമ്മകളൊക്കെ നമുക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ ഏകദേശം ഒരു 11 മണി 12 മണി വരെ നമ്മളിവിടെ ഉണ്ടാകും. എന്തായാലും ശ്യാമിലി വേഗം വാർത്ത വായനയൊക്കെ കഴിഞ്ഞ് വേഗം ഓടിവാ. അപ്പോൾ തീർച്ചയായും ഓടി വരാം. അപ്പോൾ സൈഫുനിസയാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്നുള്ള വിശേഷങ്ങളും ചടങ്ങുകളൊക്കെ വിവരിച്ചതും